ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നെല്ലിശ്ശേരിയുടെ തകർച്ച പൂർണ്ണമാവാതെ ഈ ചിതാഭസ്മം ഞാൻ ഒരു പുഴയിലും ഒഴുക്കില്ല. നിങ്ങളുടെ മാനസിക നില തെറ്റിയിരിക്കുക. നിങ്ങളൊരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണണം, ചികിത്സിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുത്ത ഭ്രാന്തായി പോകും. എന്റെ വീട് എല്ലാം മാറിപ്പോയി. നീ പഴയതൊന്നും ഓർത്ത് വിഷമിക്കല്ലേ. എങ്ങനെ വിഷമിക്കാതിരിക്കും? അത്രയ്ക്കുണ്ട് അച്ഛന്റെ ഓർമ്മകൾ ഇവിടെ. നിന്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നാ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. പാവം, എല്ലാവരെയും വലിയ വിശ്വാസമായിരുന്നു, സ്നേഹമായിരുന്നു. നീ നോക്ക്, നമ്മൾ വന്ന കാര്യം സാധിച്ചിട്ട് ഇവിടുന്ന് മടങ്ങിപ്പോവാം. വാ. നിൽക്ക്. മാറി നിക്കടി അങ്ങോട്ട്. ഇത് എന്റെയും കൂടെ വീടാ. മിണ്ടിപ്പോരുത്. നീയാ ഇപ്പൊ എന്റെ പ്രധാന ശത്രു. എന്നെ അവിടെ നിന്ന് എല്ലാവരോട് ചവിട്ടി ഇറക്കിയപ്പോ നീ അവരോടൊപ്പം സന്തോഷിച്ചു. ഓരോ തവണയും നീ എനിക്കെതിരെ നിന്നു. ഇതേ എന്റെ വീടാ. ഇവിടെ നിനക്ക് ഒരു സ്ഥാനവും ഇല്ല. അത് ചേച്ചി മാത്രം പറഞ്ഞാ പോരല്ലോ. ഈ നാട്ടില് നിയമവും കോടതിയൊക്കെ ഉണ്ട്. എന്റെ അച്ഛന്റെ സ്വത്തിൽ എനിക്കും അവകാശമുണ്ട്. ഇതും നിന്റെ ഒരു അവകാശമായിട്ട് കൂട്ടിക്കോ. നേരത്തെ തന്നെ നിനക്ക് ഞാനിത് തരാൻ വേണ്ടി വെച്ചതാ. ഇപ്പഴാ അവസരം കിട്ടിയത്. എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ, പക്ഷെ ഞങ്ങൾ വന്നത് ചേച്ചിയോടൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? എന്നോട് എന്ത് കാര്യമാണ് നിങ്ങക്ക് പറയാനുള്ളത്? പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടാണല്ലോ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. ഞങ്ങൾക്ക് പറയാനുള്ളത് നന്ദേട്ടന്റെ കാര്യ. ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനിൽ അവധി കെടുത്തി ഒപ്പിട്ട് കൊടുക്കണം. പാവം നന്ദേട്ടനെ ഇനിയും ഇങ്ങനെ ദ്രോഹിക്കരുത്. ദ്രോഹിച്ച നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ അതിനെ സമ്മതിക്കില്ല. അയ്യോ, ഇനിയും ആ വീടിനെയും അവിടെ ഉള്ളവരെയും ദ്രോഹിക്കാൻ ഞാൻ ചേച്ചി അനുവദിക്കില്ല. എനിക്കതിന് നിന്റെ സമ്മതം എന്തിനാ? എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒരിക്കലും ഞാൻ ആ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടില്ല. ഇത് പറയാനായിട്ടാ നിങ്ങൾ 3 പേരും കൂടി വന്നതെങ്കിൽ വന്ന വഴിയെ തിരിച്ചു പോകുന്നതാ നല്ലത്. ചേച്ചി എല്ലാവരെയും തെറ്റിദ്ധരിച്ചിരിക്ക. നന്ദേട്ടന്റെ അച്ഛൻ കാരണമല്ല നമ്മുടെ അച്ഛൻ മരിച്ചത്. മിണ്ടിപ്പോരുത്. ആ നിനക്കെങ്ങനെ അറിയാം? അങ്കിൾ എന്നോട് എല്ലാം പറഞ്ഞു. അയാള് പറഞ്ഞ കള്ളക്കഥകൾ കേട്ട് അതെന്റെ മുമ്പിൽ വന്ന് വിളമ്പരുത്. നിനക്കറിയില്ല സത്യം എന്താണെന്ന്. എന്റെ കൺമുന്നിലാ നമ്മുടെ അച്ഛൻ തൂങ്ങി നിന്നത്. ആ കാഴ്ച ഇന്നും എന്റെ കണ്ണിന് മുന്നിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതിന് കാരണക്കാരനായ ഒരാളെ ഞാൻ വെറുതെ വിടില്ല. അവരെ നശിപ്പിക്കാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. സ്വന്തം നിഴലിനോട് തന്നെയാ നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ
അച്ഛൻ ആരെയും അങ്ങനെ ചതിക്കുന്ന ആളൊന്നും അല്ല. എന്റെ അച്ഛനെ എനിക്കറിയാം. അച്ഛൻ എല്ലാവരും സഹായിച്ചിട്ടേ ഉള്ളൂ. നിനക്കൊക്കെ എന്തറിയാം? ഇന്ന് നീയൊക്കെ അനുഭവിക്കുന്നതും സ്വന്താക്കി വെച്ചിരിക്കുന്നതും എല്ലാം എനിക്ക് ഇവക്കും കൂടി അവകാശപ്പെട്ടതാ. എന്റെ അച്ഛൻ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി നിന്റെ അച്ഛന് കൊടുത്ത പണം കൊണ്ടാ നെല്ലിശ്ശേരിയിലെ സേതുമാധവൻ ഇന്നത്തെ സേതുമാധവനായത്. എല്ലാം നേടിയപ്പോ എന്റെ അച്ഛനെ സേതുമാധവൻ ചതിച്ചു. ആ ചതിയിൽ മനന്നൊന്താ എന്റെ അച്ഛൻ മരിച്ചത്. നമ്മുടെ അച്ഛനെ ചതിച്ചു കൊന്നവരോട് പ്രതികാരം ചെയ്യേണ്ടത് നിന്റെ കൂടെ കടമയാ. വാ എന്റെ കൂടെ. കയ്യിന്ന് വിടാൻ ചേച്ചി. കണ്ടോ, ഇത് നമ്മുടെ അച്ഛന്റെ ചിതാഭസ്മ. ഈ മൺകുടത്തിനുള്ളിൽ നിന്ന് അച്ഛൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് കേൾക്കാം. നെല്ലിശ്ശേരിയിലെ സേതുമാധവനാണ് എന്നെ ചതിച്ചതെന്ന്. നീ കേൾക്കുന്നില്ല അച്ഛൻ പറയുന്നത്? നിങ്ങൾക്ക് ഭ്രാന്ത. അച്ഛന്റെ ചിതാഭസ്മം കർമ്മങ്ങൾ ചെയ്ത് പുഴയിൽ ഒഴുക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മഹാപാപ. മോക്ഷം കിട്ടാതെ അലഞ്ഞു നടക്കുന്ന നമ്മുടെ അച്ഛന്റെ ആത്മാവ് ശപിക്കുന്നത് നെല്ലിശ്ശേരിയിൽ അച്ഛനെ അല്ല, ചേച്ചിയെ തന്നെ. ഇനിയെങ്കിലും ഇത് കൊണ്ടുപോയി കർമ്മങ്ങൾ ചെയ്ത് ഒഴുക്കി കളയൂ. ചേച്ചിക്ക് വയ്യെങ്കിൽ ഞാനത് ചെയ്യാം. അച്ഛന്റെ ആത്മാവിന് മോക്ഷം കൊടുക്കേണ്ടത് എന്റെയും കൂടി കടമയാ. ഞാൻ ഇത് കൊണ്ടുപോയി പുഴയിൽ ഒഴുക്കാം. ആ കലശത്തിൽ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും. നെല്ലിശ്ശേരിയുടെ തകർച്ച പൂർണ്ണമാവാതെ ഈ ചിതാഭസ്മം ഞാൻ ഒരു പുഴയിലും ഒഴുക്കില്ല. നിങ്ങളുടെ മാനസിക നില തെറ്റിയിരിക്കുക. നിങ്ങളൊരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണണം, ചികിത്സിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുത്ത ഭ്രാന്തായി പോവും. അനഘ പറഞ്ഞത് ശരി. അച്ഛനായാലും അമ്മയായാലും മരിച്ച കർമ്മങ്ങൾ ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഒടുവിൽ നിങ്ങൾക്ക് തന്നെ അപകടമായിട്ട് തീരും. എന്റെ അച്ഛൻ എന്റെ കൂടെ തന്നെ ഉണ്ട്. അച്ഛന്റെ വാക്ക് കേട്ടാ ഞാൻ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം നീയൊക്കെ ഇപ്പോഴും ഓർത്തോ, അവന്തിക തോറ്റുവെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട.